ഹായ് സ്റ്റുഡൻസ്, പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ റസാഖ് മാഷാണ്. നമ്മുടെ ഹിസ്റ്ററിയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത വിഷയത്തിൻ്റെ ചാപ്റ്ററിൻ്റെ തുടർഭാഗമാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ചാപ്റ്ററായിട്ടുള്ള ഡിസ്പ്ലേസിങ് ഇൻഡിജിനിയസ് പീപ്പിൾസ് അഥവാ തദ്ദേശീയ ജനതകളുടെ സ്ഥാനഭ്രംശം അല്ലെങ്കിൽ സ്വദേശ ജനങ്ങളുടെ സ്ഥാനഭ്രഷ്ടം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, ഫോക്കസ് ഏരിയാസിലുള്ള ഭാഗങ്ങളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കെടുത്തത്. അതിനകത്ത് എങ്ങനെയാണ് യൂറോപ്യരായ ആളുകൾ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് എത്തിച്ചേർന്നത്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു, അവർക്ക് അതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടായിരുന്നത്, ആ സമയത്ത് അമേരിക്കൻ ഐക്യനാടുകളിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, അവർ ഏത് രീതിയിലാണ് ഇവരുടെ ആഗമനം അല്ലെങ്കിൽ ഇവരുടെ വരവിനെ ഏത് രീതിയിലാണ് അവർ ഉൾക്കൊണ്ടത്. പിന്നെ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറഞ്ഞത് യൂറോപ്യൻ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് നല്ല രൂപത്തിലുള്ള വ്യാവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ ഫലമായി അല്ലെങ്കിൽ വ്യാവസായിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഏറി വന്നു യൂറോപ്യന്മാർക്ക്. ഈ ആവശ്യങ്ങൾ മറികടക്കാൻ വേണ്ടി യൂറോപ്യരായ ആളുകൾ പലരും, അതിൽ ഏഷ്യയിൽ നിന്നുള്ള ആളുകളുമുണ്ട്, യൂറോപ്യർ മാത്രമല്ല, ഏഷ്യയിൽ നിന്നുള്ള വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള ആളുകളും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് അവിടെ പ്രത്യേകമായ ധാതു ലവണങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ അസംസ്കൃത വസ്തുക്കളുണ്ട് എന്നുള്ള ധാരണയോടെ അവിടെ ചേക്കേറുകയും അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ അവിടെ നിന്ന് പുറന്തള്ളുകയും എന്നിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ആ ആധിപത്യം രാഷ്ട്രീയാധിപത്യവും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ആധിപത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സാമ്രാജ്യത്വത്തിൻ്റെ ആളുകളെന്ന് നമ്മൾ വിശേഷിപ്പിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. പിന്നെ നമ്മൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ശരിക്ക് ഈ യൂറോപ്യന്മാർക്ക് എങ്ങനെയാണ് അവർ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ശരിക്ക് അമേരിക്കയിൽ വന്നതിനെ സംബന്ധിച്ചുള്ള പരസ്പര വീക്ഷണങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഓരോ ചിന്തകന്മാരും എഴുത്തുകാരുമൊക്കെ നടത്തിയ വീക്ഷണങ്ങൾ, അതിൻ്റെ ചെറിയ രൂപം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ തദ്ദേശീയരായ ആളുകൾ അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു എന്നുള്ള, എന്തുകൊണ്ട് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, എങ്ങനെയാണ് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടത്, ഏത് വിധേനയാണ് ആ ഭൂമിയെ അവർക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയത്, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇത്രയും ഡിസ്കഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ സ്ക്രീനിൽ ഒരു ഹെഡിങ് കൊടുത്തു, ഞാൻ പച്ച കളറിൽ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദ ഗോൾഡ് റഷ് ആൻഡ് ദി ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്. ഇത് ഈ ചാപ്റ്ററിലെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിന് മലയാളം വ്യവസായങ്ങളുടെ വളർച്ചയും സ്വർണ്ണപ്രവാഹവും വ്യവസായങ്ങളുടെ വളർച്ചയും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്വർണ്ണ പ്രവാഹവും വ്യവസായങ്ങളുടെ വളർച്ചയും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾ പഠിക്കുമ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ സ്വർണ്ണപ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സാധാരണ ഈ സ്വർണം തേടിയുള്ള ജനങ്ങളുടെ പ്രവാഹമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ അങ്ങോട്ടുള്ള ജനപ്രവാഹത്തെയാണ് നമ്മൾ ഈ സ്വർണ്ണപ്രവാഹം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ആളുകൾ
ഇപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ സ്വർണ്ണ ഖനികളുണ്ട് എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ആ സ്വർണം നേടാൻ വേണ്ടി അല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് സ്വായത്തമാക്കാൻ വേണ്ടി അങ്ങോട്ടുള്ള പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗോൾഡ് റഷ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ സ്വർണ്ണപ്രവാഹവും വ്യവസായങ്ങളുടെ വളർച്ചയെന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്, അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും, നമ്മുടെ ഈ വടക്കേ അമേരിക്കയിൽ ഈ സ്വർണ്ണ ഖനികളും സ്വർണവും ഉണ്ട് എന്നുള്ള ഒരു വലിയ ധാരണ പണ്ട് കാലങ്ങളിലെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ സ്വർണ്ണ ഖനികളുണ്ട്, സ്വർണത്തിൻ്റെ അംശങ്ങളുണ്ട്, അവിടെ സ്വർണത്തിൻ്റെ വലിയ ഒരു കേന്ദ്രമാണ്, അതുകൊണ്ടത് സ്വർണം അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു തോന്നൽ ആ കാലത്ത് ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് 1840കളിൽ 1840 USA കാലിഫോർണിയയിൽ ആദ്യമായി സ്വർണത്തിൻ്റെ അംശം കണ്ടെത്തുകയാണ്. അത് കണ്ടെത്തിയോടുകൂടി ഈ ഒരു ധാരണ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തോന്നി അവിടെ എന്തായാലും സ്വർണമുണ്ട് എന്നുള്ള തോന്നലുണ്ടായി. ഇതാണ് സ്വർണം തേടിയുള്ള ജനപ്രവാഹത്തിന് പ്രധാനമായിട്ടും വഴിവെച്ച കാരണം. ഇവർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്വർണം സ്വായത്തമാക്കിയാൽ അവർക്ക് പെട്ടെന്ന് വലിയ സമ്പന്നരായി മാറുവാനും അവരെ ജീവിതം സൗഭാഗ്യപൂർണ്ണമാക്കുവാനും അല്ലെങ്കിൽ നല്ല രൂപത്തിൽ ജീവിച്ച് മുന്നേറാൻ സാധിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവർ അമേരിക്കയിലേക്ക് പ്രവഹിച്ചത് ഈ സ്വർണം സ്വായത്തമാക്കാൻ. ഇത് അവരെ അവിടെ എത്തിച്ചേരുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലായി റോഡുകൾ വേണം, പാലങ്ങൾ വേണം, ഗതാഗതങ്ങൾ വേണം, ഇതൊക്കെ വേണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രവഹിച്ച ആളുകൾ അതിനുവേണ്ടി തയ്യാറാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് അമേരിക്കൻ വൻകരയ്ക്ക് കുറുകെ റെയിൽ പാതകൾ പണിയുന്നതിന് കാരണമായി, അല്ലെങ്കിൽ പണിയാൻ കാരണമായത് ഈ ഒരു ധാരണയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് പ്രവഹിച്ച ആളുകളാണ് അമേരിക്കൻ വൻകരയ്ക്ക് കുറുകയായിട്ട് റെയിൽ പാളങ്ങൾ പണിതത്. ഇവർ ചൈനീസ് തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് 1885 റെയിൽവേ സൗകര്യം 1870 അമേരിക്കയിലും 1885 കാനഡയിലും റെയിൽവേയുടെ പണി ഇവർ പൂർത്തിയാക്കി. അപ്പോൾ ഈ സ്വർണത്തിന് വേണ്ടി വന്നവർ അവരവരുടെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതി അവർ പണിതത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്, വ്യാവസായിക വിപ്ലവം ഉണ്ടായത് ശരിക്ക് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്കയിൽ വ്യാവസായിക വിപ്ലവം സാധ്യമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ റെയിൽവേ പാളത്തിൻ്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ ഉയർച്ചയായിരുന്നു. അപ്പോൾ റെയിൽവേ വന്നതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും എന്തുണ്ടായത്, കൃത്യമായിട്ട് വ്യാവസായിക വിപ്ലവം ഉണ്ടായത്. ഇനി അത് ഈ റെയിൽവേയുടെ റെയിൽവേയുടെ ഒരു ഫോട്ടോ നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അന്നത്തെ കാലത്തെ പഴയ റെയിൽവേയുടെ ഒരു എഞ്ചിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയുടെ ഈ ഒരു വിപ്ലവകരമായ മാറ്റം ഇവർക്ക് വലിയ തോതിൽ ഇവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയും ഇത് ചരക്ക് നീക്കത്തെയും അതുപോലെ തന്നെ ഗതാഗതത്തെയും വേഗത്തിലാക്കുകയും ചെയ്തു. വളരെ വലിയ രീതിയിൽ ചരക്ക് ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ യന്ത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള ഒരു വഴി ഇതിലൂടെ തുറന്നു കിട്ടുകയും അങ്ങനെ ഈ സ്വർണത്തിന് വേണ്ടിയുള്ള പ്രവാഹത്തിന് വേണ്ടി ജനപ്രവാഹം ഉണ്ടായതിൻ്റെ കാരണമായി അവിടെ വലിയ തോതിലുള്ള വ്യാവസായിക മുന്നേറ്റങ്ങളും യന്ത്രവൽക്കരണങ്ങളും ഉണ്ടായി. അങ്ങനെ വൻതോതിൽ കൃഷിയും അതുപോലെ തന്നെ വ്യവസായവും വളർച്ച പ്രാപിച്ചു. വലിയ വലിയ കാട് പ്രദേശങ്ങളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് കൃഷി ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്കറിയാം, ഇതിൻ്റെ 1890 ലോകത്തിലെ പ്രബല വ്യാവസായിക ശക്തിയായിട്ട് നമ്മുടെ വടക്കേ അമേരിക്കൻ പ്രദേശങ്ങൾ വളർന്നു പന്തലിച്ചു. പിന്നെ കൃഷി വലിയ സംഭവമായിട്ട് മാറി. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിനും അല്ലെങ്കിൽ ഈ സമുദ്രാതീതമായ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു സ്വർണ്ണപ്രവാഹത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള വ്യാവസായിക വളർച്ചയ്ക്ക്
വഴി തെളിയിക്കുകയും അത് വലിയൊരു മാറ്റം വടക്കൻ അമേരിക്കയുടെ ജീവിതഗതിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് നമ്മളിതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ഇനി നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഭരണഘടനാപരമായ അവകാശങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ആദ്യമായിട്ട് പറയാം. നമ്മളെ മറ്റു ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ മറ്റു പ്രമേയത്തിലൊക്കെ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗമാണിത്. അതുകൊണ്ട് നമ്മൾ ഈ ഫോക്കസ് ഏരിയാസ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫോക്കസ് ഏരിയാസിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അല്ലാഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ പറഞ്ഞു അമേരിക്കയിൽ ശരിക്ക് സ്വർണ്ണപ്രവാഹമുണ്ടായി, ജനങ്ങൾ അങ്ങോട്ട് പ്രവഹിച്ചു, അവിടെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഈ സമയത്ത് അമേരിക്കൻ ജനത, അവിടെയുള്ള തദ്ദേശീയരായ ജനത, അവർ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വേണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അതായത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചില പ്രത്യേക അവകാശങ്ങളും ചില പ്രത്യേകമായ പരിഗണനകളും വേണം. അതിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നവർ പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ ഇലക്ഷൻ സംവിധാനങ്ങളിലൊക്കെ മത്സരിക്കാനും അതിൽ കണ്ടസ്റ്റ് ചെയ്യാൻ അതിൽ ഇടപെടുവാനുമുള്ള അവകാശം. ഇങ്ങനെ രാഷ്ട്രീയമായ അവകാശങ്ങൾ ഞങ്ങൾക്ക് കൽപ്പിച്ച് നൽകണമെന്നും അതോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക അവകാശങ്ങൾ ഉണ്ടാകണമെന്നും വ്യക്തമായിട്ട് ഇവർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇത് ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ അവിടുത്തെ ഭരണകൂടം ജനാധിപത്യ അവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളും അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളിൽ വെള്ളക്കാർക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അതിപൂർവരായ ആളുകൾക്ക് നൽകാതെ വെള്ളവർഗത്തിൽപ്പെട്ട വെള്ളക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് നൽകിയിരുന്നുള്ളൂ. എന്നാൽ അതിനെതിരെ ധാരാളം വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് എതിർപ്പുകളുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ കനേഡിയൻ സ്വദേശി ഡാനിയൽ പോൾ എന്ന് പറയുന്ന ഈ ഒരു വിരോധാഭാസത്തെ, അതായത് വെള്ളക്കാരെയും തദ്ദേശീയരെയും വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിരോധാഭാസത്തെ അന്നത്തെ നമുക്കറിയാം മുൻകാലങ്ങളിൽ തോമസ് പെയിൻ, അമേരിക്കയിലെ ഫ്രഞ്ച് ചിന്തകനിലെ എന്നിവയുടെ വക്താവായ, ജനാധിപത്യത്തിൻ്റെ വക്താവായിട്ട് അറിയപ്പെടുന്ന ശരിക്ക് തോമസ് പെയിൻ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ സുദീർഘമായി ജനങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളും വ്യക്തമായിട്ട് കൽപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അതിൻ്റെ പേരിൽ ഒരുപാട് വ്യത്യസ്തമായ ആശയങ്ങൾ അവർ രൂപപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഭരണപരമായ അവകാശങ്ങൾ ലഭിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടാൻ കാരണം അവിടെ നിലനിന്നിരുന്ന ഭരണപരമായ അവകാശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നത് വെള്ളക്കാരായിട്ടുള്ള കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരുന്നു. അതിശക്തമായിട്ടുള്ള ഒരു തരം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് യൂറോപ്യന്മാർക്ക് ജനാധിപത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്ത തദ്ദേശീയരായ ആളുകളാണ്. അപ്പോൾ അവർ അർഹതപ്പെട്ട രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടുമുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ കൽപ്പിച്ച് നൽകുവാൻ ഭരണകൂടം ആ കാലത്ത് തയ്യാറായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഇതെല്ലാം പരിഗണിക്കപ്പെടുകയും വലിയ സംഭവത്തിലുള്ള അതാണ് നമ്മൾ ആ പരിഗണിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇനി നെക്സ്റ്റ് മാറ്റത്തിൻ്റെ കാറ്റ്, ദ വിൻഡ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. വിൻഡ്സ് ഓഫ് ചേഞ്ച് നല്ലോണം ശ്രദ്ധിക്കണം എല്ലാവരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, 1920 വരെ USA-യിലെയും കാനഡയിലെയും തദ്ദേശീയ ജനങ്ങൾ അഥവാ നാറ്റീവ്, നമ്മൾ തദ്ദേശീയരെന്ന് പറഞ്ഞാൽ നാറ്റീവ് അവിടെ പ്രസവിച്ച് വളർന്ന ആളുകളെയാണ് തദ്ദേശീയരെന്ന് പറയുക. അപ്പോൾ നമ്മൾ കേരളത്തിലെ തദ്ദേശീയരാണ്. നമ്മൾ വേറെ രാജ്യത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നാലും നമ്മൾ തദ്ദേശീയരാണ് ഇവിടുത്തെ, കാരണം നമ്മളിവിടെ പെറ്റു വളർന്ന ആൾക്കാരാണ് എന്നതുപോലെ കൃത്യമായിട്ട് ആ കാലത്ത് ശരിക്കും 1920 വരെ USA-യിലെയും കാനഡയിലെയും തദ്ദേശീയ ജനതയുടെ അവസ്ഥയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ലെവിസ് മെരിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം തദ്ദേശീയർക്ക് അവർക്ക് സ്വന്തമായിട്ട് താമസിക്കുവാൻ മാറ്റിവെച്ച പ്രദേശങ്ങളിൽ
എന്ന തദ്ദേശീയ ജനവിഭാഗം താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക സർവേ നടത്തുകയുണ്ടായി. ഈ സർവേ 1920 ഇന്ത്യൻ ഭരണത്തിൻ്റെ പ്രശ്നം അഥവാ ദ പ്രോബ്ലം ഓഫ് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണത്തിൻ്റെ പ്രശ്നം അഥവാ ദി പ്രോബ്ലം ഓഫ് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 1934 ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട് തദ്ദേശീയർക്കിടയിലുള്ള ഭീകരമായ അനാരോഗ്യ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ ഇല്ലായ്മയും കൃത്യമായിട്ട് എടുത്തു കാണിച്ചു. അതായത് തദ്ദേശീയരായ ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് ഒരു സർവേ നടത്തുകയും ആ സർവേയുടെ ഭാഗമായിട്ട് ഇവർ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് എന്നും ആരോഗ്യകരമായിട്ടും വളരെ പിന്നോക്കമാണ് എന്നും തദ്ദേശീയർ അമേരിക്കയിൽ അന്നത്തെ അവിടെയുള്ള ജനങ്ങൾ, അപ്പം ഇതിന് വലിയ വിമർശനം ഉണ്ടാവുകയും അങ്ങനെ ഈ ഒരു റിപ്പോർട്ടിൽ ഈ കാര്യം തെളിഞ്ഞു വരികയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരാവകാശം പോലും നിഷേധിക്കപ്പെട്ട തദ്ദേശീയരോട് പിന്നെ വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് അനുകമ്പ തോന്നുകയും അല്ലെങ്കിൽ അവർക്ക് ഒരു ഫേവറിസം ഉണ്ടാവുകയും ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1934 നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ദ ഇന്ത്യൻ റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1934 എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വിഖ്യാതമായ ഒരു നിയമം ഗവൺമെൻറ് പാസ്സാക്കി. ഇത് പാസ്സാക്കിയതോടെ ഇതോടുകൂടി തദ്ദേശീയരായ ജനങ്ങൾക്ക് സ്വമേധയാ ഭൂമി വാങ്ങുവാനും വായ്പ, അവർക്ക് ഏത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുവാനുള്ള പ്രത്യേകതരം അവകാശം അവർക്ക് നൽകുകയുണ്ടായി. ഇതൊരു മാറ്റമായിട്ടാണ് നമ്മൾ അമേരിക്കയിൽ കണ്ടത്. പിന്നീട് 1950കളിലും 1960കളിലും US അഥവാ അമേരിക്കൻ കനേഡിയൻ ഗവൺമെൻറ്റുകൾ തദ്ദേശീയർക്ക് പ്രത്യേകമായ വ്യവസ്ഥകൾ, പ്രൊവിഷൻസുകൾ മുന്നോട്ട് വെച്ചു. അല്ലെങ്കിൽ പ്രവിശ്യകൾ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം വ്യത്യസ്തമായുള്ള പ്രൊവിഷൻസുകൾ അവർക്ക് അനുകൂലമായ അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളെയും സാമ്പത്തിക അവകാശങ്ങളെയും ഒക്കെ പിന്നെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൽപ്പിച്ച് നൽകുന്ന വ്യത്യസ്തമായ പിന്നെ വിഖ്യാതമായ ധാരാളം വ്യവസ്ഥകൾ അവർ കൊണ്ടുവന്നു. എന്നാൽ ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തദ്ദേശീയർ മുഖ്യധാരയിലേക്ക് യൂറോപ്യൻ സംസ്കാരങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ഇതിന് പുറകിലുണ്ടായിരുന്നു. അപ്പം തദ്ദേശീയരായ ആളുകളെ ശരിക്കും വെള്ളക്കാർക്കൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ചിന്ത യൂറോപ്പിലുണ്ടായി. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്നാൽ തദ്ദേശീയരായ ജനങ്ങൾ ഈ ഒരു ശ്രമത്തിന് വലിയൊരു പിന്തുണ കൊടുത്തില്ല. അവർക്ക് ഇത് വ്യക്തമായി താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1954 ദ ഡിക്ലറേഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റ്സ് നിങ്ങൾ കണ്ടില്ലേ. ദ ഡിക്ലറേഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഡിക്ലറേഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ തദ്ദേശീയർക്ക് വേണ്ടി മാത്രമായിട്ട്, ഇപ്പം നമ്മൾ അവകാശ പത്രിക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് പ്രത്യേകമായിട്ട് നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കും എന്ത് പറയുന്നത്, നമ്മൾ അവകാശ പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവകാശ പത്രിക വ്യക്തമായിട്ട് 1954 രേഖപ്പെടുത്തി. എന്നാൽ ജനങ്ങൾ മുന്നോട്ട് വെക്കുകയും ഇതുപ്രകാരം തങ്ങളുടെ റിസർവേഷൻസ് അത് കൈവശപ്പെടുത്തുകയില്ലെന്നും പാരമ്പര്യങ്ങൾ ഇടപെടുക ഇല്ല എന്നുള്ള വ്യവസ്ഥയിൽ US പൗരത്വം സ്വീകരിക്കാൻ അവർ തയ്യാറായി. അപ്പം ശരിക്കും ഈ ഡിക്ലറേഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ നിയമം 1954 പാസ്സാക്കിയതിന് ശേഷമാണ് അവിടുത്തെ ഗവൺമെൻറ്റുമായി കോംപ്രമൈസ് ചെയ്യുകയും അങ്ങനെ അവർക്ക് പ്രത്യേക റിസർവേഷനും പ്രത്യേകമായ പരിഗണനയും അവരവകാശങ്ങളിൽ മറ്റൊരാളുടെ കൈകടത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള വ്യക്തമായ ധാരണയും അവർക്ക് മുമ്പിൽ വെക്കുകയും അതവർ അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ അപ്പോൾ അമേരിക്കൻ ജനത ശരിക്ക് അല്ലെങ്കിൽ അന്നത്തെ സാധാരണക്കാരായ അവിടുത്തെ ദേശവാസികളായ ആളുകൾ ഇത് അംഗീകരിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ സമരം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു.
അത് അവരുടെ സ്വത്തവകാശത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ജനാധിപത്യാവകാശവും സ്വത്തവകാശവും വെള്ളക്കാർക്ക് മാത്രമേ ബാധകമായുള്ളൂ എന്നുള്ള ആ ഒരു നിഷേധിക്കപ്പെടുകയും അത് തദ്ദേശീയ ആളുകൾക്ക് കൂടി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡിക്ലറേഷൻ ആക്ട് പ്രകാരം അവർക്ക് പ്രത്യേകമായി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഈ വിപ്ലവത്തിന് ശേഷമുണ്ടായ നാളുകളിലുണ്ടായ മാറ്റങ്ങൾ, അത് അമേരിക്കയിൽ വലിയ മാറ്റത്തിൻ്റെ കാറ്റ് ആ പ്രദേശങ്ങളുണ്ടായി. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ 1920-കൾ വരെ അമേരിക്കയുടെയും കാനഡയിലെയും തദ്ദേശവാസികളുടെ അവസ്ഥയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെങ്കിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ലെവിസ് മെരിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം തദ്ദേശീയർക്ക്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാണ്, ലെവിസ് മെരിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം തദ്ദേശീയരായ ആളുകൾക്ക് അവരെ പ്രത്യേക പ്രദേശങ്ങളിൽ വെച്ച് ഒരു പ്രത്യേക സർവേ നടത്തുകയും ഈ സർവേ തദ്ദേശീയർക്കിടയിൽ ഭീകരമായ അനാരോഗ്യ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ അഭാവങ്ങളും എടുത്തു കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് പൗരാവകാശം പോലും വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് അനുകമ്പ തോന്നുകയും അല്ലെങ്കിൽ അനുകമ്പ ഉണ്ടാവുകയും ഇതിൻ്റെ ഫലമായി 1934 ഇന്ത്യൻ പുനഃസംഘടനാ നിയമം ഗവൺമെൻറ് പാസ്സാക്കുകയും തുടർന്ന് നിരവധി നിയമങ്ങളും തദ്ദേശീയ അനുകൂലമായി വന്നു. ആ നിയമങ്ങളാണ് ഞാൻ പറഞ്ഞ ഡിക്ലറേഷൻ ഓഫ് ദി ഇന്ത്യൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ആക്ട്, അവകാശ പത്രികകൾ, ഇതൊക്കെ വന്ന് അങ്ങനെ വലിയൊരു മാറ്റം ശരിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ വൻകരകളിൽ ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതോടൊപ്പം നമ്മൾ ഇനി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം ഓസ്ട്രേലിയ എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കിത് ഫോക്കസ് ഏരിയാസിൽ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമില്ല, പക്ഷെ നമ്മളതിൻ്റെ ഓസ്ട്രേലിയൻ ഭാഗങ്ങൾ ജസ്റ്റ് പറയുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിപ്പോൾ വടക്കേ അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു. ഇതുപോലെ ആസ്ട്രേലിയയിൽ യഥാർത്ഥ ചരിത്രപരമായിട്ട് അറിയപ്പെടുന്നത് അവിടെ മനുഷ്യവാസം ആരംഭിക്കുന്നത് ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ധാരാളം, അഥവാ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടു കൂടി ധാരാളം തദ്ദേശീയ സമുദായങ്ങൾ ആസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ക്യാപ്റ്റൻ കുക്ക് ആണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടു, ക്യാപ്റ്റൻ കുക്ക്. ഈ ക്യാപ്റ്റൻ കുക്കാണ് ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ നാവികനായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഓസ്ട്രേലിയയിലെ എത്തിച്ചേർന്നിട്ടുള്ള ആദ്യത്തെ നാവികനായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ കുറ്റവാളികളെ പാർപ്പിക്കുവാനുള്ള ഒരിടമായിട്ടാണ് ഓസ്ട്രേലിയയെ മാറ്റിയത് ആദ്യകാലത്ത്. കാരണം അവരെ സൂര്യനസ്തമിക്കാത്ത വ്യത്യസ്ത സാമ്രാജ്യങ്ങളിൽ നിന്നും അവരുടെക്കെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, അവരുടെ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകളെ രഹസ്യമായി താമസിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ആദ്യകാലങ്ങളിൽ ഈ ഓസ്ട്രേലിയയെ ഇവർ ഉപയോഗിച്ചത്. എന്നാൽ പിന്നെ അതിൻ്റെ ഭാഗമായി അവരുടെ ആ വാസസ്ഥലമായി മാറുകയും യൂറോപ്യൻ വിശാലമായ ഫാമുകളും ഖനന കേന്ദ്രങ്ങളും വലിയ വലിയ മാളുകൾ, വലിയ വലിയ രീതിയിലുള്ള കൃഷിയിടങ്ങളും അവരെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഓസ്ട്രേലിയ പിൽക്കാലത്ത് അനേകം മുന്തിരിത്തോട്ടങ്ങളുടെയും വ്യാപകമായ വലിയ കൃഷി രീതികളുടെയും പ്രാരംഭമായിട്ട് വലിയ രീതിയിലുള്ള കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക് ഓസ്ട്രേലിയയെ ഇംഗ്ലീഷുകാർ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഓസ്ട്രേലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഓസ്ട്രേലിയ വികസനം നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ കണ്ടില്ലേ, ഓസ്ട്രേലിയ കോളനികൾക്ക് സ്വയം ഭരണം നൽകുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ, ചൈനീസ് കൂലിക്കാരുടെ കുടിയേറ്റം നിയമം വഴി ഇല്ലാതാക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ധാരാളം കാര്യങ്ങൾ. ഇത് നിങ്ങളെ ഫോക്കസ് ഏരിയസിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് വല്ലാതെ പറയാത്തത്. അങ്ങനെ മാറ്റത്തിൻ്റെ ഒരു കാറ്റ് ഓസ്ട്രേലിയക്കകത്തും ഉണ്ടാവും. വലിയ മാറ്റങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യരുടെ ആഗമനത്തോടെ ഓസ്ട്രേലിയയിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു രീതിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ പറഞ്ഞ ഭാഗത്ത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളിതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് തദ്ദേശീയ ജനങ്ങളുടെ സ്ഥലം മാറ്റങ്ങളിൽ സ്ഥാനഭ്രംശം എന്ന് പറയുന്നിടത്ത് ഇവരെങ്ങനെയാണ് സ്ഥാനഭ്രംശം ഉണ്ടായത്, പിന്നെ അവരെങ്ങനെയാണ് മുന്നോട്ട് വന്നത്, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ആ മാറ്റങ്ങൾ എപ്രകാരമാണ് നമ്മൾ ക്രോഡീകരിക്കപ്പെട്ടത്, അത് യൂറോപ്യൻ ജനങ്ങളും പിന്നെ നമ്മുടെ അമേരിക്കൻ വൻകരയിലെ ജനങ്ങളും തമ്മിലുള്ള
പരസ്പരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധത്തിന് കാരണമായി. ആ കാരണം എങ്ങനെയാണ് ചരിത്രത്തെ ഗതി മാറ്റിയത്, പിന്നെ നമ്മൾ സ്വർണ്ണപ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജനങ്ങളിൽ എത്തിച്ചേരാൻ കാരണം എന്താണ്, ജനങ്ങൾ എന്തുകൊണ്ടാണ് അതിന് വേണ്ടി അങ്ങോട്ട് പോയത്, പിന്നെ അവിടെ എങ്ങനെയാണ് പിന്നീട് മാറ്റങ്ങളുണ്ടായത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഓസ്ട്രേലിയയുടെ കാര്യത്തിലും പറയുന്നത്. ഓസ്ട്രേലിയൻ വൻകരയുടെ പ്രശ്നം എന്തായിരുന്നു, അതിൻ്റെ വിഷയങ്ങൾ, അവിടെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, അവിടേക്ക് എങ്ങനെയാണ് ജനങ്ങൾ ചരിച്ചത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ റിസൾട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററാണ്. നമ്മൾ സാധാരണ ചരിത്രം പഠിക്കുന്ന രൂപത്തിൽ വായിച്ച് മനസ്സിലാക്കി അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായ ചെറിയ നോട്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടതിൻ്റെ ബാക്കിയുള്ള നോട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം വിടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. കാരണം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മളിതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പോൾ വൈഡായിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അത്രയും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പിന്നെ ഹിസ്റ്ററിയുടെ 11 ചാപ്റ്ററിൽ 10ാമത്തെ ചാപ്റ്റർ ഇതോടുകൂടി ക്ലോസ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ എടുക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അത്ര ഇതിൽ പറയാനുള്ളൂ. ഓക്കെ.